പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ പോര് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്ത ഒരു സംഭവവുമായി ചൊല്ലിയുള്ള വിവാദം ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരായി മാറിയിരിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ബംഗാളിനെ കൊച്ചാക്കി കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മമതാ ബാനർജി പറഞ്ഞു. എന്താണ് സംഭവം? എന്താണ് ദ്രൗപദി മുർമുവിനെ അപമാനിച്ചു എന്ന് BJP പറയുന്ന കാര്യം? അതിന് മറുപടിയായി മമതാ ബാനർജി എന്താണ് നൽകിയത്? നമുക്ക് നോക്കാം. ശാന്താൾ ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ബംഗാളിലെത്തിയത്. എന്നാൽ ചടങ്ങിന്റെ സംഘാടനത്തിൽ രാഷ്ട്രപതി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയോ മറ്റു മന്ത്രിമാരോ എന്തുകൊണ്ടാണ് ചടങ്ങിൽ എത്താത്തതെന്ന് രാഷ്ട്രപതി നേരിട്ട് ചോദിച്ചു. മമതയ്ക്ക് എന്നോട് എന്താണ് ദേഷ്യം എന്ന രാഷ്ട്രപതിയുടെ ചോദ്യം BJP രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. അതിനൊപ്പം തന്നെ പരിപാടി നടക്കാനിരുന്ന വേദി മാറ്റിയതും രാഷ്ട്രപതിയെ ചൊടിപ്പിച്ചു. 5 ലക്ഷം പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വേദികൾ ഉണ്ടായിട്ട് എന്തിനാണ് വേദി മാറ്റിയതെന്ന് അവർ ചോദിച്ചു. അതിനോടൊപ്പം തന്നെ ഗോത്രവർഗക്കാരുടെ പുരോഗതി ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന ദ്രൗപദി മുർമുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും സംസ്ഥാനത്തെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ഈ ആരോപണങ്ങൾക്കെല്ലാം ശക്തമായ മറുപടിയുമായാണ് മമതാ ബാനർജി രംഗത്തെത്തിയത്. രാഷ്ട്രപതിയുടെ പരിപാടിയിൽ ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് മമത വ്യക്തമാക്കി. ഞങ്ങൾ രാഷ്ട്രപതിയെയും ഭരണഘടനയെയും അമ്മയെ പോലെയാണ് കാണുന്നത്, അതിനാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്നായിരുന്നു മമതയുടെ പ്രതികരണം. പരിപാടിയിൽ എന്തെങ്കിലും സംഘാടന പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിപാടി നടത്തിയവരുടെയും എയർപോർട്ട് അതോറിറ്റിയുടെയും കുഴപ്പമാണെന്ന് മമതാ ബാനർജി പറയുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ബംഗാളിനെ മോശമായി കാണിക്കാനുള്ള ഒരു സംഭവമാണ് ഇതെന്നാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. അതേസമയം വിലക്കയറ്റത്തിനെതിരെ ശാന്താൾ ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊപ്പം മമത നൃത്തം ചെയ്തതും ഈ സമയത്ത് വൈറലായിരുന്നു. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ അഹങ്കാരവും വൃത്തികെട്ട രാഷ്ട്രീയവും ബംഗാളിലെ ജനങ്ങൾ തകർക്കുമെന്നായിരുന്നു മോദിയുടെ മുന്നറിയിപ്പ്. രാഷ്ട്രപതിയെ അപമാനിച്ചത് രാജ്യത്തെ നാരീശക്തിയെ അപമാനിച്ചതിന് തുല്യമാണെന്ന് മോദി ഡൽഹിയിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗം പ്രധാനമന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വിവാദം ദേശീയ തലത്തിൽ ചർച്ചയായി. ചുരുക്കത്തിൽ ഒരു ഔദ്യോഗിക പരിപാടി എന്നതിലുപരി ബംഗാൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാലോ വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി ഇത് മാറിയിരിക്കുകയാണ്. ഗോത്രവർഗ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ രണ്ടു വശത്തും സജീവമായി നടക്കുകയാണ്. രാഷ്ട്രപതി തന്റെ പദവി രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നു എന്ന ആരോപണവും മമത വയ്ക്കുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിന് മുമ്പ് ബംഗാളിൽ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്.